സീബ്ര തിലാപ്പിയാണ് ഇനി പ്രൊമോട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ കാർപ്പ് മത്സ്യങ്ങളുടെ പേരൻറ് സ്റ്റോക്കിനെ ബ്രീഡിങ്ങിനായിട്ട് പോണ്ടിൽ നിന്ന് തിരിച്ച് പിടിച്ചിരിക്കുകയാണ്. ഈ പോണ്ടിലാണ് നമ്മൾ കാർപ്പുകളുടെ പേരൻറ് സ്റ്റോക്ക് കീപ്പ് ചെയ്തിരുന്നത്. ഇതൊരു വലിയ പോണ്ടാണ്, അത്യാവശ്യം നല്ല ആഴവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഇനി ഒരു 5-6 പീസോടെ ഉണ്ടെന്ന് തോന്നുന്നു. അതോടെ പിടിച്ചതിന് ശേഷം നമുക്കതിനെ ഫാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ കാർപ്പിൻ്റെ കൂടെ ചിലപ്പിച്ചിരി ഗൗരയും പിന്നെ ഒരു സീബ്ര തിലാപ്പിയ ബുട്ടിക്കഫൂറി എന്ന് പറയുന്നൊരു വെറൈറ്റി ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം കുഞ്ഞൊക്കെ ഉണ്ടാകുന്നൊരു ഐറ്റമാണ്, നല്ല വളർച്ചയുണ്ട്. അപ്പോൾ അതോടെ നമ്മൾ കാർപ്പിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരിയൊക്കെ കിട്ടാറില്ല അവർ പൈസ കേട്ടോ. സൂം ചെയ്ത് അടുത്തേക്ക് വരട്ടത് വലുതിനെ കിട്ടുന്ന അത്യാവശ്യം ആയി നോക്കും. അങ്ങനെയല്ല, വീഡിയോയിലായി നോക്കും. വീഡിയോയിൽ അതിൻ്റെ ഒരു ഇതുണ്ട്. നേരത്തോട് ചേർന്ന് കിടക്കാതെ വിളിക്കാൻ ഹീറോ കുറേ സാപ്പെടുക്കണ്ടോ. അനു ആ കവറിനകത്ത് നല്ല വെള്ളം എടുത്തോ. കവറിനകത്ത് തെളിഞ്ഞ വെള്ളം കിട്ടുമോ? തെളിഞ്ഞ വെള്ളമില്ല അത് മീനെ കയറ്റി വിടുന്നു. തെളിഞ്ഞ വെള്ളത്തിലായി
പേരൻറ് സ്റ്റോക്കുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എഗ്ഗ് ഉള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതിനാണ് ബ്രീഡിങ്ങിന് വേണ്ടി ഇനി ഫാമിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് കുഹാക്കു, ചൊവ്വ എന്നീ വെറൈറ്റികളൊക്കെ ഉണ്ട്. റിഞ്ചിൻ ഉണ്ട്, ബ്ലാക്ക് കോയി ഉണ്ട്, കുബോത്തു വെറൈറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ 1-2 ഐറ്റത്തെ നമ്മളിപ്പോൾ ഇത് ഒരു മെയിലാണ് ഉള്ളത്. ഒരു ഒരടിയൊക്കെ മുകളിലുള്ള സൈസുള്ള ഫിഷുകളാണ്, സ്റ്റെയിൻലെസ്സോടെയാണ് അതിന് നമ്മൾ മെയിലായിട്ട് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഫീമെയിൽ നമുക്ക് ഇതിനകത്ത് കാണണം. മാച്ചിങ് ആയിട്ടുള്ള ഫീമെയിലാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഇതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെയിലാണ്. നമുക്കുള്ളതിൽ നല്ല റിസൾട്ടൊക്കെ കാണിക്കുന്നൊരു മെയിലാണ്. നല്ല കളറും അത്യാവശ്യം പാറ്റേണും ഒക്കെ ഉള്ള മെയിൽ തന്നെയാണ്. പിന്നെ അത് നല്ല എഗ് ലോഡഡാണെന്ന് തോന്നുന്നു. ഫീമെയിൽ സൈസ് ഉണ്ട്, ലെങ്ത് ഇച്ചിരി കുറവാണ്, എന്നാലും നല്ല റിസൾട്ട് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഈ ബാച്ചിലും ബോത്തു അങ്ങനെയുള്ള വെറൈറ്റികളാണ്. ബോത്തുവിൻ്റെ ആണെങ്കിലും നല്ല കളറുള്ള ഫോണ്ടിലായതിനാൽ അവർ കളറൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മെയിലാണ്. പാറ്റേണുണ്ട് ആയിട്ടുള്ള കാർപ്പുകളാണ് അവർ. നല്ല ഫോണ്ടിൽ ടോപ്പ് വ്യൂവിൽ നല്ല ഭംഗിയാണ്. ഇതിൽ 1-2 ബാച്ച് ഐറ്റങ്ങളെ നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്യുന്നുള്ളത്. കുറച്ചുകൂടെ പിടിച്ചു വരാനുണ്ട്. കുറച്ച് പീസുകളോടെ പോണ്ടിൽ നിന്ന് കയറി വരാനുണ്ട്. നമുക്ക് പോണ്ടിലൊന്ന് പോയി നോക്കാം അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടെ പിടിച്ച് കയറി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പീസുകൾ മാത്രമേ നമ്മൾ ഫാമിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. വെറൈറ്റിയുടെ ഒരു 6 പീസുകളാണുള്ളത്. അതിനകത്ത് നല്ല പീസുകളാണെന്ന് തോന്നുന്നത് നമുക്ക് ഫാമിലേക്ക് കൊണ്ടുപോകണം. നല്ല കളറും പ്രിൻ്റും ഉള്ളതാണ്. പിന്നെ 1-2 ചെറിയ റിഞ്ചിൻ ക്വാളിറ്റികളുണ്ട്, ചിലപ്പോഴൊക്കെ എങ്കിലുണ്ട്. ഇവന്മാര് ഫാമിലേക്ക് കൊണ്ടുപോയേക്കാം. ല്ലോ വെറൈറ്റിയുടെ 2 പീസുകളുണ്ട്. ഒരു 1 ഫീറ്റ് 1.5 അടിയൊക്കെ നീളമുള്ള വലിയ പീസുകൾ. അത് ഒരെണ്ണം എടുക്കുള്ളൂ. ഒരെണ്ണമായിട്ടാണ് പോയി. വെയിൽ ടൈൽ എടുത്തോ? വെയിൽ ടൈൽ ബോത്തിൻ്റെ വെയിൽ ടൈൽ ഇല്ല, ഇത് വെയിൽ ടൈൽ പീസുകൾ. അതിൻ്റെ ബ്രീഡ് ചെയ്യിച്ചോളാം. ഓക്കെ, ഒരു കാര്യം ഇത് നമുക്ക് ഇത് കുഹാക്കു തന്നെയാണ്, പക്ഷേ സ്റ്റെയിൻലെസ് ആണ്. ചെതുമ്പിലില്ലാത്ത ഒരു മെയിൽ പീസാന്ന് തോന്നുന്നു. ഇത് 2 അടി അടുത്ത് സൈസ് ആവാറായിട്ടുണ്ട് ഇതിന്. പ്രിന്റും നല്ല കളറുള്ളതാണ്. ടൈലായിട്ടുള്ള ഫിഷുകളാണ്. നല്ല കൂടുതലാണ് 3 എണ്ണം. ബ്ലാക്ക് കോയുടെ പീസുകളോടെ ഫാമിലേക്ക് കൊണ്ടുപോയി ബ്രീഡ് ചെയ്യിക്കാം. ഒരു 4 പീസ് വന്നിട്ടുണ്ട്. എഗ്ഗായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണിക്കൂ.